ഗ്രാറ്റിറ്റ്യൂഡ്. വളരെ വിചിത്രമായ ഒരു രാജ്യത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു രാജാവ് മരിച്ച് അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു കിളിത്തൂവൽ പറത്തിവിടും. ആ കിളിത്തൂവൽ പറന്ന് ആരുടെ ശിരസിൽ വന്നിരിക്കുന്നുവോ അയാളാണ് അടുത്ത രാജാവ്. അങ്ങനെ ഒരിക്കൽ രാജാവ് മരിച്ചപ്പോൾ കിളിത്തൂവൽ പറത്തിവിട്ടു. അത് പറന്ന് പറന്ന് ഒരു വിദൂഷകന്റെ തലയിൽ വന്നിരുന്നു. തന്റെ തലയിൽ കോഴിത്തൂവലും ധരിച്ച് സർക്കസുകാരന്റെ വേഷവും ഒരു ദണ്ടും ധരിച്ച് നടക്കുന്ന വെറും ഒരു കോമാളിയായിരുന്നു അദ്ദേഹം രാജാവായി. രാജാവായതിനു ശേഷം ആദ്യം ചെയ്തത് സിംഹാസനത്തിന്റെ അടുത്തൊരു ചെറിയ മുറി പണിത് അവിടെ ഒരു വലിയ കണ്ണാടി സ്ഥാപിച്ചു. എന്നും സിംഹാസനത്തിലേക്ക് കയറി ഇരിക്കുന്നതിന് മുമ്പ് തന്റെ സർക്കസുകാരന്റെ പഴയ വസ്ത്രമണിഞ്ഞ് കോഴിത്തൂവൽ തൊപ്പിയും ദണ്ടുമണിഞ്ഞ് ആ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കും. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി പറയും, ഒന്നുമില്ലാത്തവനായിരുന്നു നീ, ഒന്നുമില്ലാത്തവനായിരുന്നു നീ. ഒരാളെ ഒരാളെ വിധിക്കുന്നതിന് മുമ്പ് ഓർക്കുക, എല്ലാം ദാനമായിരുന്നു. അത് എന്താണ് നമുക്ക് ഈ സ്റ്റോറി ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു തത്വം? കാരണം ദാനബോധത്തോടെ ജീവിച്ച അയാളുടെ ഭരണകാലം ആ രാജ്യത്തിന്റെ സുവർണകാലമായിട്ട് തീർന്നു. അദ്ദേഹം പ്രത്യേകിച്ച് രാജ്യതന്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. എന്താ പറയാ, ജനങ്ങളുടെ ദുഃഖം നേരിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ആ ഒരു പദവികളിൽ ഒന്നിനും ശ്രമിച്ചില്ല. തനിക്ക് കിട്ടിയതെല്ലാം ഈശ്വരന്റെ ദാനമായിട്ട് കണ്ടു. ആ ദാനബോധത്തോടെ ജീവിച്ച അയാളുടെ ഭരണകാലം ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് തീർന്നു, അല്ലെ? ദ ഗ്രേറ്റസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നന്ദി, ജീവിതത്തിന്റെ ഭാഗമാക്കണം നമ്മൾ. ബുദ്ധൻ പറയുന്നത് പോലെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്തിനും ഏതിനും നന്ദി പറയേണ്ടതായിട്ട് നമുക്ക് കാണാം. രാവിലെ നമുക്ക് വേണ്ടി ഉദിക്കുന്ന സൂര്യൻ, അല്ലെ? നമുക്ക് വേണ്ടി വീശുന്ന കാറ്റ്, നമുക്ക് വേണ്ടിയുള്ള പ്രകൃതി. എന്തിലാണ് നമുക്ക് ഈ സൃഷ്ടാവിന് നമുക്ക് നന്ദി പറയാതെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നത്? ഒന്നും കൊണ്ടുവരാത്തവരായിട്ടുള്ള നാം എന്തിനൊക്കെ അധികാരികളാണ് ഇന്ന്. ഇനി ഒന്നുമില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നതിന് നമുക്ക് നന്ദി പറയാം, അല്ലേ? ഇതിനെയാണ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു എവറിബഡി എന്ന് പറയുന്നത്. ഒരാൾ തന്റെ പോക്കറ്റിൽ ഒരു കല്ല് സ്ഥിരമായിട്ട് സൂക്ഷിക്കുമായിരുന്നു. ഇതിനെ അയാൾ വിളിച്ചിരുന്ന പേര് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്നായിരുന്നു. അയാൾ പോക്കറ്റിൽ കൈയിടുമ്പോൾ ആ കല്ലിൽ തൊടും. തനിക്ക് നന്ദി പറയേണ്ടവരുടെ മുഖങ്ങൾ മനസ്സിൽ വന്ന് നിറയും. അങ്ങനെ എല്ലാവരോടും നന്ദി പറയും. അങ്ങനെ നന്ദിയുള്ള ഒരാളായിട്ട് അദ്ദേഹം മാറി. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മേക്സ് യു സ്വീറ്റർ, ഹാപ്പിയർ ആൻഡ് മോർ കണ്ടന്റഡ് ഇൻ ലൈഫ്. ഇനി ശാസ്ത്രം പറയുന്നത് എന്താണ്? നന്ദിയുള്ളവരുടെ ഹൃദയം സാധാരണക്കാരുടേതിനേക്കാൾ നന്നായി പ്രവർത്തിക്കും, അല്ലെ? കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസ് അവർക്ക് ഇല്ലാതിരിക്കും. നന്ദി എന്നുള്ള 2 വാക്ക് ഹൃദയത്തിൽ നിറയ്ക്കുക. ആ നിറച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈശ്വരന്റെ ഗ്രേസ്, അല്ലെ? ആ ഗ്രേസ് എന്ന് പറയുന്നത് എന്താ? അനുഗ്രഹം. ആ ഒരു ഒരു റിസർച്ച് സെന്റർ, അതായത് മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികളുടെ, മനസ്സന്തോഷമായിട്ടിരിക്കുന്നവരുടെ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു റിസർച്ച് സെന്റർ ഉണ്ടായിരുന്നു. അവര് പറയണു, നമുക്ക് ഗ്രേസ് എന്ന് പറയുന്നത് നന്ദിയിലൂടെ മാത്രമേ വന്നു ചേരുള്ളൂ. ഗ്രേസ് അനുഗ്രഹമാണ്, നമ്മുടെ മനസ്സിലെ സന്തോഷമാണ്. നമ്മൾ ഒന്നുമില്ല ഈ പ്രകൃതിയിൽ. ഞാൻ വളരെ എന്താ പറയാ, ഏറ്റവും ഒന്നുമില്ലാതെ വന്ന പാവപ്പെട്ടവനാണ്. ഈ തന്നതെല്ലാം ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഇത് നമ്മളെ കൂടുതൽ സമ്പന്നരാക്കി തീർക്കുക ചെയ്യുന്നത്. നമ്മുടെ ത്വക്ക് പോലും വളരെയധികം ക്ലീൻ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് തീരുന്നു പറയുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ, ബി ഗ്രേറ്റ്ഫുൾ, യു വിൽ ബി ലുക്കിംഗ് ഗ്രേറ്റ്, അല്ലെ? നന്ദി നിറഞ്ഞ മനുഷ്യന്റെ മുഖം വസന്തം പോലെയാണെന്ന് പറയുന്നു. ആ ചൈതന്യം അവരുടെ ഹൃദയ ചൈതന്യത്തോട് ചേർന്ന് അവരുടെ മുഖത്തിന് വശ്യതയും അലൗകികമായ ഒരു സൗന്ദര്യം നൽകും. അവരിലേക്ക് മറ്റുള്ളവർ ആകൃഷ്ടരാകും. കടലിൽ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയെ ഒരു സഞ്ചാരി രക്ഷിച്ചു. അയാൾ കൈകൂപ്പി നന്ദി പറഞ്ഞു. പറയാൻ വാക്കുകളില്ല. അപ്പോ സഞ്ചാരി പറഞ്ഞു, നന്ദി ഒന്നും പറയണ്ട, ജസ്റ്റ് ഗോ ഓൺ പ്രൂവിങ് ദാറ്റ് യുവർ ലൈഫ് ഈസ് വർത്ത് സേവ്. അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ വർത്താണ് നമ്മുടെ ജീവിതം എന്ന് ജീവിതത്തിലുടനീളം തെളിയിച്ചു കൊണ്ടേയിരിക്കുക. ഇത് നമുക്കുള്ള ഒരു സന്ദേശമാണ്. രക്ഷിക്കപ്പെടുവാൻ തക്ക മൂല്യമുള്ളതാണ് നമ്മുടെ ഈ ശരീരം എന്ന് നമുക്ക് ബോധ്യമാണ് നമുക്കുണ്ടാക്കുന്നത്. അപ്പോ ബി എ മാൻ ഓഫ് ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ മൂല്യം നമ്മൾ ലോകത്തിന് തെളിയിച്ചു കൊടുക്കണം. GK ചെസ്റ്റർട്ടൺ പറയും, ഡോണ്ട് ടേക്ക് തിങ്സ് ഫോർ
ഗ്രാൻഡഡ്. ടേക്ക് തിങ്സ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ജീവിതത്തെ നന്ദിയോടുകൂടി നോക്കിക്കാണണം. നന്ദി നമ്മുടെ കാഴ്ചപ്പാടാകട്ടെ, നമ്മുടെ കയ്യൊപ്പാകട്ടെ, നന്ദിയുടെ ആ നന്ദി നമ്മുടെ ജീവിതചര്യയാകട്ടെ. അപ്പോൾ ഏറ്റവും ആദ്യം ഉണരുമ്പോൾ നമ്മൾ ആരെയാണ് ഓർക്കേണ്ടതെന്ന് ചിന്തിച്ചു നോക്കൂ. നന്ദി, ആ ഒരു നന്ദിയോടെ നമ്മൾ നമ്മുടെ പരാശക്തിയായിരിക്കുന്ന അമ്മയെ ഓർക്കണം, ഇല്ലേ? ഇന്നലെ ഞാൻ ഉറങ്ങിയത് അവിടെ മടിത്തട്ടിലല്ലേ അമ്മ, അല്ലേ? അതിനപ്പുറം ഒരു ഭാഗ്യം എനിക്ക് എന്താ വേണ്ടത്? ഇനി അതിൽ കൂടുതൽ ഇനി നാളെ ഉണരണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വേണം. എന്താണോ അമ്മയുടെ ചിന്ത അത് നടക്കട്ടെ. അമ്മയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, അല്ലേ? ബി എ മാൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഓൾവേസ്. ശ്രീമാത്രേ നമഃ.